ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് കുർത്തിയാണ്. ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള തുണിയിലാണ് ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മുമ്പ് ഞാൻ ഈ തുണി വെച്ചിട്ട് ഒരു കുർത്തി ചെയ്തിരുന്നു, അതിൽ ബാക്കി വന്നിട്ടുള്ള തുണിയാണിത്. അപ്പോൾ ഈ തുണി മൊത്തം വരുന്നത് 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ 1:20 ഈ തുണി വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ഷോർട്ട് കുർത്തി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് 22 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ട് 22 ഇഞ്ചാണ് തുണീൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിനെ ഞാനിവിടെ 4ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. തുണീൻ്റെ വീതിനെയാണ് 4ആയിട്ട് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ തുണി ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതിലൊന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ ഇതിന് ലെങ്ത്ത് വേണ്ടത്, നമ്മൾ ഷോർട്ട് കുർത്തിക്ക് ലെങ്ത്ത് കൊടുക്കുന്നത് 26 ഇഞ്ചാണ്. ഈ 26 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 28 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 28 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 28 ഇഞ്ച് മാർക്ക് ചെയ്തു, അവിടെ അങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി വരുന്ന തുണിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 6.5 ആണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 6.5 ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആം ഹോളും 6.5 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളും 6.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് റൗണ്ട് ഞാനിവിടെ 8.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോർണറിലായിട്ട് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളിത് ആം ഹോൾ ഇവിടെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആം ഹോൾ ഒന്ന് ഇറക്കി വേറെ ഇഞ്ചൊന്ന് താഴത്തേക്ക് ഇറക്കി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്ത് ഞാൻ അവിടെ 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ലിറ്റിൻ്റെ ഭാഗത്തെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വിഡ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ലിറ്റിൻ്റെ ഭാഗത്ത് വിഡ്ത്ത് വരുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ നമുക്കത് 10.5 ഇഞ്ച് ഇവിടെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിൻ്റ് എല്ലാം ഒന്ന് നമുക്ക് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് എല്ലാ പോയിൻറ്റും ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെക്ക് തുണിയിൽ മാർക്ക് ചെയ്യുന്നില്ല. നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി നമുക്കിവിടെ ഈ സ്ലിറ്റ് വരുന്ന ഭാഗത്തും ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്ലിറ്റ് വരുന്ന ഭാഗത്തും ഇങ്ങനെ ഒരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസൊന്ന് മാറ്റി കൊടുക്കാം. അതൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിലെ ആം ഹോള് ഇങ്ങനെ ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ അത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇവിടെ 4ആയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സ്ലീവിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ വിഡ്ത്ത് ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് താഴ്ഭാഗത്ത് ഒരു 7 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ഈ 2 പോയിൻറ്റും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സ്ലീവ് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ആ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം നമുക്കിതൊന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്ക് ഇത് അവിടെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അത് 2ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഇവിടെ 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ താഴെ ഒരു ചെറിയൊരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ ഒരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടുന്ന് താഴേക്ക് നമ്മളൊരു 2 ഇഞ്ചിൽ ഒരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് താഴേക്ക് 2 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം 6 ഇഞ്ച് നമ്മൾ ലെങ്ത്തിന് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തവിടെ താഴെ നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് മാതിരി വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ബോക്സ് മാതിരി വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്കൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് ഇതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കൊന്ന് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെയൊന്ന് വി ഷേപ്പിൽ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് അതിൻ്റെ ചുറ്റും 1 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളിത് അവിടെ ഒരു ലൈൻ ഒരു 1/2 ഇഞ്ച് താഴേക്ക് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണിയിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് തുണിയിൽ വെച്ച് അയൺ ചെയ്യുമ്പം ഗ്ലൂ ഉള്ള ഭാഗം തുണിയിൽ വരുന്ന മാതിരി വേണം നമ്മൾ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കാൻ. ഒരു സൈഡാണ് ക്യാൻവാസിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഗ്ലൂ ഉള്ളത്. അപ്പോൾ അത് തുണിയിലേക്ക് വരുന്ന മാതിരി ഇങ്ങനെ വെച്ചിട്ട് വേണം അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഫ്രണ്ടിലെ നെക്കിന് മാത്രമാണ് ക്യാൻവാസ് വെക്കുന്നത്, ബാക്കിലെ നെക്കിന് നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ബാക്കിലെ പീസിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലെ പീസിൽ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മളിവിടെ
ക്യാൻവാസിൽ കൊടുത്തതിനേക്കാളും ഒരു 4 ഇഞ്ച് കുറവായിട്ട് വേണം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ക്യാൻവാസിൽ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. ഇവിടെ ഞാൻ 3.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ബാക്കിലെ നെക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് ബോക്സ് മാതിരി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ അതാ ബാക്കിലെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസിനെ തുണീൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചുറ്റും ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ ഫ്രണ്ടിലെ പാർട്ട് എടുത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പാർട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക്, നല്ല വശമാണ് വെക്കേണ്ടത്, അതിൻ്റെ നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന മാതിരി കറക്റ്റ് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററും ഇങ്ങനെ ഒരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് വരുന്ന മാതിരി ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അരികു കൂടെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ക്യാൻവാസിനോട് ചേർന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കയറി പോകരുത്. ക്യാൻവാസിനോട് ചേർന്ന് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ അതൊന്നും ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നിങ്ങനെ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഇതിങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇത് ഈ കറക്റ്റ് നമ്മളെ ഈ വീൻ്റെ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മൾ അപ്പുറത്തേക്ക് തിരിച്ചിടുമ്പോൾ നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കതിന് അപ്പുറത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതായത് കറക്റ്റ് ഈ ഭാഗം ഒന്ന് നല്ല ഷാർപ്പുള്ള എന്തെങ്കിലും വെച്ച് അപ്പുറത്തേക്കൊന്ന് കുത്തി എടുത്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ക്യാൻവാസിനെ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതിങ്ങനെയൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിലെ പീസ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് ആ ബാക്കിലെ നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതൊന്നിങ്ങനെ ഫുള്ളായിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ക്രോസ് പീസ് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ചെറിയ കട്ടുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഷോൾഡർ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബാക്കിൽ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഫ്രണ്ടിലെ പാർട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ക്രോസ് പീസ് വീണ്ടും ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ ഷോൾഡർ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിലെ നെക്ക് ഉള്ളിലേക്കൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്ക് ഇനി നമുക്കിതാ ഈ ഭാഗത്തൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അവിടെ സ്റ്റിച്ച് ചെയ്താൽ നീറ്റായിട്ടുണ്ടാവില്ല. ഈ ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ അവിടെ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെയൊന്ന് 2 സ്ലീവും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഇവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെയൊക്കെ 1.5 ഇഞ്ച് കൊടുത്താലോ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റും അതേമാതിരി തന്നെ സ്ലിറ്റും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു, താഴെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഷോർട്ട് കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്, ഷോർട്ട് കുർത്തിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, അതേമാതിരി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.